السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയാണ് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രഭാഷണം, ഒരു ഖുത്ബ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. അത് ഇപ്രകാരമാണ്. അബൂബക്കർ അസ്സദ്ദീഖ് അദ്ദേഹം പറഞ്ഞു റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അഅമാലി ഇല്ലാ മാ ഉരീദ ബിഹി വജ്ഹുഹു. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അഅമാലി ഇല്ലാ മാ ഉരീദ ബിഹി വജ്ഹുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിരുവചനം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളല്ലാതെ സ്വീകരിക്കുന്നതല്ല. നമ്മുടെ അമലുകളിൽ അള്ളാഹു ഒരു അമലും സ്വീകരിക്കുകയില്ല, അവനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താലല്ലാതെ. എന്താണ് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ കാണട്ടെ കാണാതിരിക്കട്ടെ, അത് നിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താതിരിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം നിൻ്റെ മനസ്സിൽ എപ്പോഴും നീ ഓർക്കുകയും ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇഖ്ലാസ് എന്ന പദം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലിനെ കുറിച്ച് പറഞ്ഞ വചനം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലിനെ കുറിച്ച് പറഞ്ഞത് ലബനൻ ഖാലിസൻ എന്നാണ്. ഖാലിസായ അമൽ എന്ന് പറയാറില്ലേ? ലബനൻ ഖാലിസൻ, പാല് ഖാലിസാണ്. മിൻ ബൈനി ദമിൻ വഫർസ്, ഈ പാല് വരുന്നത് കന്നുകാലിയുടെ ശരീരത്തിലുള്ള രക്തത്തിനും ചാണകത്തിനുമൊക്കെ ഇടയിൽ നിന്നാണ്. ഇതിനിടയിൽ നിന്ന് വരുന്ന പാല് എത്ര ശുദ്ധമാണെന്ന് നോക്കൂ. രക്തത്തിൻ്റെ നിറം അതിനില്ല, മണം അതിനില്ല, രുചി അതിനില്ല, ചാണകത്തിൻ്റെ നിറമോ മണമോ രുചിയോ ഇല്ല, ശുദ്ധമായ പാലാണ് വരുന്നത്. ഇതാണ് ഇഖ്ലാസ്. നിൻ്റെ അമലുകളിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു പങ്കുണ്ടാകാതിരിക്കുക. നിൻ്റെ ഉദ്ദേശം അള്ളാഹു മാത്രമാണ്, അവൻ്റെ തൃപ്തി മാത്രമാണ്, സ്വർഗം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നീ കാണുക എന്നതും അള്ളാഹു നിന്നെ കാരുണ്യത്തോടു കൂടി നോക്കുക എന്നതുമാണ്. ഇതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ അസ്സദ്ദീഖ് അദ്ദേഹം പറയുന്നു, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഫഅരീദുല്ലാഹ ബിഅമാലിക്കും, അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഉദ്ദേശിക്കുക. എന്തു ചെയ്യുമ്പോഴും ഏതൊരു കാര്യത്തിലാണെങ്കിലും ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം, അവൻ്റെ തിരുവചനം കാണുക, അവൻ്റെ മുഖം കാണുക എന്നതായിരിക്കണം. വഅലമു, അദ്ദേഹം പറഞ്ഞു, നിങ്ങളറിയുക, അന്നമാ അഖ്ലസ്തും ലില്ലാഹി മിൻ അഅമാലിക്കും ഫതാഅത്തുൻ അതൈതുമുഹ, നിങ്ങൾ ചെയ്ത അമലുകളിൽ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ആ അമലുകൾ അവ മാത്രമാണ് ഫതാഅത്തുൻ, നന്മകളായി രേഖപ്പെടുത്തുന്നത്. അതൈതുമുഹ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു വച്ച, നിങ്ങൾ പ്രവർത്തിച്ചു വച്ച നന്മകളാണത്. വഹദ്ദുൻ ളഫർതും ബിഹി, ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച പങ്കിൽപ്പെട്ടതാണത്. ആ പരലോകത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു വിഭവമാണിത്. നിങ്ങൾ ചെയ്തു വെച്ച നന്മ, ഒരു സദഖ നൽകി, ഒരു നല്ല വാക്ക് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, എത്രയെത്ര നന്മകളുണ്ട്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, എൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് സദഖയാണ്. ഒരു സഹോദരൻ തൻ്റെ വാഹനത്തിലേക്ക് സാധനങ്ങൾ കയറ്റിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സഹായിക്കുന്നത് സദഖയാണ്.
എൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം സദഖയാണ്. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് സദഖയാണ്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് സദഖയാണ്. അല്ലാഹു അക്ബർ എന്ന വാക്ക് സദഖയാണ്. നിസ്കാരം സദഖയാണ്. സകാത്ത് സദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സദഖയാണ്. ഒക്കെ നന്മകളാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നിൻ്റെ സഹോദരനെ പ്രസന്നവദനായി താല്പര്യമുള്ള മുഖത്തോടുകൂടി അവനെ സ്വീകരിക്കുക എന്നത് ആ നന്മയാണെങ്കിൽ നിസ്സാരമായി കാണരുത്. അദ്ദേഹം പറയാണ്, ഇഖ്ലാസോടുകൂടി ചെയ്ത നന്മയാണെങ്കിൽ അത് നിനക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള പങ്കാണ്. ഫതസവ്വദു, ദുനിയാവിലുള്ള ഈ യാത്രയിൽ വിഭവങ്ങൾ സ്വീകരിക്കണം. ഈ യാത്ര അങ്ങോട്ട് അവസാനിപ്പിക്കുമ്പോൾ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടാകണം. ഒന്നുമില്ലാതെ കാലിയായ കൈകളുമായി പരലോകത്തേക്ക് എത്തരുത്. വദറാഇബു അദ്ദൈതുമുഹ, അദ്ദേഹം പറയാണ്, നിങ്ങൾ ചെയ്തു വെച്ച നന്മകൾ അള്ളാഹുവിന് നിങ്ങൾ നൽകിയ നികുതിയാണ്. അവൻ്റെ ഭൂമിയിലാണ് ജീവിച്ചത്, അവൻ്റെ വായുവാണ് ശ്വസിച്ചത്, അവൻ്റെ വെള്ളമാണ് കുടിച്ചത്, അവൻ നൽകിയ ഭക്ഷണമാണ് കഴിച്ചത്, അവൻ നൽകിയ ആയുസ്സാണ് ജീവിച്ചു തീർത്തത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്, അതിലാണ് സുഖിച്ചത്, ആരോഗ്യമാണ് ഉപയോഗപ്പെടുത്തിയത്, യുവത്വവും പ്രായവും എല്ലാം ഉണ്ടായി. വദറാഇബു അദ്ദൈതുമുഹ, അതിനുള്ള നികുതിയാണ് നിങ്ങൾ അടച്ചു തീർത്തിരിക്കുന്നത്. വസലഫുൻ ഖദ്ദംതുമൂഹു മിൻ അയ്യാമിൻ സാനിയ ലിഉഖ്റ ബാഖിയ, ഈ അമലുകൾ നിങ്ങൾ ചെയ്ത ഈ നന്മകൾ വസലഫുൻ നിങ്ങൾ എടുത്തു വെക്കുന്ന നിങ്ങൾക്കുള്ള വിഭവങ്ങളാണ്. നിങ്ങൾ പത്തായപ്പുരയിൽ എടുത്തു വെക്കുന്ന തണുപ്പുകാലത്തേക്ക് ഒരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി കരുതി വെച്ച നിങ്ങളുടെ മുതൽക്കൂട്ടാണ്. ഖദ്ദംതുമൂഹു മിൻ അയ്യാമിൻ സാനിയ ലിഉഖ്റ ബാഖിയ, നശിച്ചു പോകുന്ന അവസാനിക്കാനിരിക്കുന്ന ഈ ദുനിയാവിൽ നിന്ന് ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തിനായി എടുത്തു വച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു സ്ഥലത്ത് പറഞ്ഞതായിക്കാണ്, ദുനിയാവിലെ സുഖങ്ങൾ അതിനു പകരമായി പരലോകത്തിൻ്റെ സുഖങ്ങളെ ഒരു മനുഷ്യൻ താരതമ്യം ചെയ്താൽ ഇത് അവസാനിക്കുന്നതാണ്, ഇത് പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആഖിറത്തിനെ കുറിച്ച്. ഇതിന് അവസാനമില്ല. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഉബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ജന്നാത്ത്, എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? സ്വർഗത്തെ ഖുർആൻ പലയിടത്തും അള്ളാഹു വിശേഷിപ്പിച്ചത് ജന്ന എന്നാണ്. ജന്ന എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള, അവസാനിക്കാത്ത തണലുകളുള്ള, ഒരിക്കലും നിന്നുപോകാത്ത സുഖസൗകര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള, കുട്ടികൾ പുറത്തു വയ്ക്കാൻ അവസാനിക്കാത്ത സുഖസൗകര്യങ്ങളുള്ള, വൃക്ഷങ്ങളുള്ള, കാണാൻ ഭംഗിയുള്ള വലിയ വലിയ വൃക്ഷങ്ങളുള്ള, തണലുകളുള്ള, എത്ര നടന്നു തീർത്താലും അവസാനിക്കാത്ത. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം അള്ളാഹു പറയുന്നതായി, അവസാനമായിട്ടാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അയാളോട് അള്ളാഹു പറയുന്നത് നിനക്ക് ദുനിയാവും അതിൻ്റെ 10 ഇരട്ടിയുമുണ്ട് എന്ന്. അയാളോട് അള്ളാഹു പറയുന്നത് ദുനിയാവും 10 ഇരട്ടിയുമുണ്ട് എന്ന്. അപ്പോൾ എന്തായിരിക്കും സ്വർഗത്തിൻ്റെ കാര്യം? ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഖുർആനിൽ എത്ര സ്ഥലത്താണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്നു. അരുവികൾ ഒഴുകുന്ന ഭൂമിയിലെ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? വലിയ വൃക്ഷങ്ങൾക്കടിയിലൂടെ അരുവികൾ ഒഴുകുന്ന കാഴ്ച എത്ര നോക്കി നിന്നാലാണെന്ന് മതി വരിക. സ്വർഗത്തിലെ അരുവികളാകട്ടെ ഒന്നല്ല, പലതരത്തിലുണ്ട്. മദ്യത്തിൻ്റേതുണ്ട്, പാലിൻ്റേതുണ്ട്, ശുദ്ധമായ വെള്ളത്തിൻ്റേതുണ്ട്, അതുപോലെ തേനിൻ്റേതുണ്ട്. ഈ തരത്തിലുള്ള അരുവികളെല്ലാം അവിടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ സ്വർഗത്തിനു വേണ്ടി, അവസാനിക്കാത്ത സ്വർഗത്തിനു വേണ്ടി സുബ്ഹാനല്ലാഹ്, ഹദീസുകളിൽ കാണാം ഓരോ ആഴ്ചകളിലും അവരുടെ ഭംഗി അധികരിക്കുന്നതാണ്. അവർ പുറത്തുപോയി തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ വീട്ടുകാർ അവരോട് പറയും, നിങ്ങൾക്ക് പോയി വന്നപ്പോൾ 70 ഇരട്ടി ഭംഗി അധികരിച്ചിരിക്കുന്നു. ഇത് ഓരോ ആഴ്ചയും അവരുടെ ഭംഗി അധികരിക്കുകയാണ്. കുല്ലമാ റുസിഖു മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹ. അവർക്ക് ഓരോ ഫലങ്ങൾ നൽകപ്പെടുമ്പോഴും അത് കാണുമ്പോൾ അവർ പറയും, ഇത് തന്നെയാണല്ലോ മുന്നേ കഴിച്ചത്, ഇത് ദുനിയാവിലുണ്ടായിരുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് മുന്നേ നൽകപ്പെട്ടതാണ്, ഞങ്ങൾ മുന്നേ കഴിച്ചതാണല്ലോ ഇത്. അള്ളാഹു പറയുന്നു അത് രൂപത്തിൽ മാത്രമാണ് സമാനമായിട്ടുള്ളത്. അതിൻ്റെ രുചി, അതിൻ്റെ ആസ്വാദനം, അതിലുള്ള
അതിൻ്റെ സുഖാനുഗ്രഹങ്ങൾ ഓരോ തവണയും വ്യത്യസ്തമാണ്. അപ്പോൾ അദ്ദേഹം പറയാൻ, ദുനിയാവ് ഈ അവസാനിക്കുന്ന നിമിഷങ്ങളിൽ നിന്ന് നിങ്ങൾ അവസാനിക്കാത്ത ലോകത്തിനു വേണ്ടി തയ്യാറാക്കി വെക്കുന്ന വിഭവങ്ങളാണ് അമൽ സാലിഹാത്തുകൾ. ലിഹൈനി ഫഖ്രിക്കും ഹാജത്തിക്കും, നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കാലത്തേക്ക്, നിങ്ങളുടെ ആവശ്യം ഘട്ടത്തിന് വേണ്ടി നിങ്ങൾ കരുതി വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ നിൽക്കുന്ന വേളയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 റക്അത്ത് നിസ്കാരം കിട്ടിയിരുന്നെങ്കിൽ, ഒരു സ്വതക്ക ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഒരു നന്മ കൂടി അധികരിപ്പിച്ചിരുന്നെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിച്ചവരുടെ വരെ ചിന്ത അധികരിപ്പിച്ചിരുന്നെങ്കിൽ എന്നാണ്. മുകളിലുള്ള പദവികൾ കാണുമ്പോൾ ഇതിനേക്കാൾ ചെയ്തിരുന്നെങ്കിൽ അത് ലഭിക്കുമായിരുന്നു എന്നതാണ് അവരുടെ ചിന്ത. അമലുകൾ പരലോകത്തിനു വേണ്ടി ചെയ്യാൻ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറയാൻ, ഇഅ്തബിറു ഇബാദല്ലാഹി മിമ്മൻ മാത മിൻകും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, അവരിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. വതഫക്കറു ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഐന കാനു അംസ് വ ഐന ഹുമുൽ ആൻ, അവർ ഇന്നലകളിൽ എവിടെയായിരുന്നു, ഇന്ന് അവരെവിടെയാണുള്ളത്. മുൻപ് മരിച്ചുപോയ ആളുകളെ കുറിച്ച് ആലോചിച്ചു. നമ്മൾ ഇരുന്ന പോലെ അവരൊക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കണക്കുകൂട്ടലുകൾ ഉള്ളതുപോലെ അവർക്കും കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മക്കളുണ്ടായിരുന്നതുപോലെ അവർക്ക് മക്കളുണ്ടായിരുന്നു. നമുക്ക് ഭാര്യമാരുണ്ടായിരുന്നതുപോലെ അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. നമ്മൾ വീട് വെക്കണമെന്ന് സ്വപ്നം കണ്ടതുപോലെ അവരും വീട് വെക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. അവരും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഐനക്കാനു അംസ്, അവർ ഇന്നലെ എവിടെയായിരുന്നു. വൈനഹുമുൽ ആൻ, ഇന്ന് അവരെവിടെയാണുള്ളത്. അത് നിങ്ങൾ ചിന്തിക്കുക. അബൂബക്കർ അസ്സദ്ദീഖ് അദ്ദേഹം പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐനൽ ജബ്ബാറൂൻ അല്ലദീന കാന ലഹും ദിക്റുൽ ഖിതാലി വൽ ഗലബതി ഫീ മവാത്തിനിൽ ഹുറൂബ്, യുദ്ധത്തിൽ വലിയ വലിയ ധൈര്യം കാണിച്ചു വെച്ച, വലിയ പടയോട്ടങ്ങൾ നടത്തിയ സ്വേച്ഛാധിപതികൾ അവരിന്നെവിടെ. അലക്സാണ്ടറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ദുൽഖർനൈനിനെ കുറിച്ച് വായിക്കുന്നു ഖുർആനിൽ. ദുൽഖർനൈൻ, സുലൈമാൻ നബിയെക്കുറിച്ച് വായിക്കുന്നു, ദാവൂദ് നബിയെക്കുറിച്ച് വായിക്കുന്നു, ജാലൂത്തിനെ മലർത്തിയടിച്ച ദാവൂദ് നബിയെക്കുറിച്ച്, ബനു ഇസ്രായേലുകാർക്ക് നേതൃത്വം നൽകാനായി അള്ളാഹു നിയോഗിച്ച താലൂത്തിനെ കുറിച്ച് വായിക്കുന്നു. നോക്കൂ, ആദ് സമൂഹത്തെക്കുറിച്ച് വായിക്കുന്നു. വലിയ വലിയ നീളമുണ്ടായിരുന്ന, 70 മുഴം നീളമുണ്ടായിരുന്ന അതിനൽ ജബ്ബാറും, അവരൊക്കെ എവിടെ പോയി? നമ്മേക്കാൾ കഴിവുണ്ടായിരുന്ന ആളുകൾ. അല്ലദീന കാന ലഹും ദിക്റുൽ ഖിതാൽ, ചരിത്രങ്ങൾ അവരെക്കുറിച്ച് പലതും പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അവരിന്ന് എവിടെ പോയി? ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ എന്താണ് നേടിയെടുത്തത്? ലോകത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ്? നമ്മെ ആർക്കെല്ലാം അറിയാം, നമുക്ക് എന്ത് സ്വാധീനമുണ്ട്. പക്ഷെ ഇത്ര സ്വാധീനമുണ്ടായിരുന്നവരെവിടെ? ആഫ്രിക്കയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു വലിയ സമ്പന്നനായിരുന്ന ഒരാളുണ്ടായിരുന്നു, മുസ്ലിമായിരുന്നു അയാൾ. കുറച്ച് വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നയാളാണ്. അയാളുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായിരിക്കണം, അയാൾ ആഫ്രിക്കയിൽ നിന്ന് ഹജ്ജിനായി മക്കയിലേക്ക് യാത്ര ചെയ്ത വേളയിൽ അയാളുടെ യാത്രാ വഴിയിൽ സ്വർണത്തിൻ്റെ വിലയിടിഞ്ഞു ഞാൻ. അയാൾ പോകുന്ന വഴിയിലൊക്കെ ആളുകൾക്ക് സ്വർണം ദാനം ചെയ്ത് സ്വർണത്തിന് വിലയിടിഞ്ഞു ഞാൻ. അതിനുമാത്രം സമ്പന്നനായിരുന്നു. ഹജ്ജിന് പോകുന്ന വഴിയിൽ ആളുകൾക്ക് സ്വർണം ദാനം ചെയ്തിട്ട് സ്വർണത്തിന് വിലയിടിഞ്ഞു. അത്ര വലിയ സമ്പന്നനായിരുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. ആരാണ് ആളെക്കുറിച്ച് ഓർക്കുന്നത്? ആരാണ് ചിന്തിക്കുന്നത്? അബൂബക്കർ അസ്സദ്ദീഖ് അദ്ദേഹം പറയുന്നു, കാലം അവരെല്ലാം അവരുടെ സ്ഥാനം എന്താണെന്ന് പഠിപ്പിച്ചു. വസാറു റമീമൻ, അവരെല്ലാവരും മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ഖത്തുരിക്കത്ത് അലൈഹിമുൽ ഖാലാത്തുൽ ഖബീസാത്ത്, അവർക്കുമേൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടു. ഖബർ മണ്ണ് മൂടി, അതിനുമേൽ പുഴുക്കൾ വന്നു. എല്ലാവരുടെയും അവസാനം ഇതാണ്. നിൻ്റെയും എൻ്റെയൊക്കെ അവസാനം ഇതാണ്. നമ്മളൊക്കെ ഇതിലേക്കാണ് ചെന്നു പോകാനിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅൈനൽ മുലൂക്ക് അല്ലദീന അസാറുൽ അർദ വഅമറൂഹ, രാജാക്കന്മാരെവിടെ? ഖദ് ബുഇദു വനുസിയ ദിക്റുഹും, അവരെല്ലാം അകലങ്ങളിലേക്ക് പോയി. അവരുടെ ഓർമ്മകളെല്ലാം ആളുകൾ വിസ്മരിച്ചു കളഞ്ഞു. ഇന്ന് വലിയ വലിയ രാജാക്കന്മാരെ അറിയപ്പെടുന്നത്, ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരുകൾ ഒരു 100 വർഷം കഴിഞ്ഞാൽ അവരാരാണ് ഓർക്കുന്നത്? ആർക്കും അറിയില്ല. ഇപ്പം നിൻ്റെ ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവരുടെ കാര്യം ഇതാണെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും? വസാറു കലാ ഷൈ, ഒന്നുമില്ലാത്തതുപോലെ ആയിത്തീർന്നു. അലാ വ ഇന്നല്ലാഹ ഖദ് അബ്ഖ അലൈഹിം മുത്തബിആത്ത്, എന്നാൽ അറിയുക,
ഇവരൊക്കെ പോയി എന്നതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഇന്നല്ലാഹ ഖദ് അബ്ഖ അലൈഹി മുത്തബിആത്ത്, അവരുടെ അമലുകൾ, അവർ ചെയ്തു വച്ച പ്രവർത്തനങ്ങൾ, അതിനുള്ളത് അള്ളാഹു കരുതി വച്ചിട്ടുണ്ട്. അത് പോയിട്ടില്ല, അത് അവസാനിച്ചിട്ടില്ല. ഇന്നാ സനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവർ ചെയ്തു വച്ച പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ ഫലങ്ങളും നാം രേഖപ്പെടുത്തി വെക്കുന്നതാണ്. പോകുന്നില്ല. നീ ചെയ്തു വച്ച അമൽ, നീ ചെയ്ത ദുൽമ്, നീ ചെയ്ത നന്മ, നീ ചെയ്ത സൽക്കർമ്മം, നീ ചെയ്ത അതിക്രമം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. വല യദില്ലു റബ്ബി വല യൻസ, എൻ്റെ റബ്ബൊരിക്കലും അവന് തെറ്റുപറ്റുകയോ മറക്കുകയോ ചെയ്യില്ല. നീ ചെയ്തു വെച്ച ഓരോന്നും അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. വഖതഅ അൻഹുമു ശഹവാത്ത്, അവർ മരിച്ചതോടുകൂടി അവരുടെ അമലുകൾ, അതിൻ്റെ സുഖങ്ങളെല്ലാം പോയി. ഉണ്ടാക്കി വെച്ച പണം, അതിൻ്റെ സുഖം ഖബറിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ഉണ്ടാക്കി വെച്ച കൊട്ടാരങ്ങൾ, അതിൻ്റെ തണലവർക്കുണ്ടോ? ആഭരണങ്ങൾ അവർക്ക് ഭംഗി നൽകുന്നുണ്ടോ? വസ്ത്രങ്ങൾ അവരെ പുഴുക്കളിൽ നിന്ന് സംരക്ഷിച്ചോ? ഒന്നും ഉണ്ടായില്ല. സുഖങ്ങളെല്ലാം നശിച്ചു. ചെയ്തു വെച്ച അമലുകളുടെ അതിനുള്ള ചോദ്യങ്ങളാകട്ടെ ബാക്കിയായി. വമദൗ വൽ അഅമാലു അഅമാലുഹും വദ്ദുനിയ ദുനിയ ഗൈറുഹും, അവർ കഴിഞ്ഞുപോയി, അവരുടെ അമലുകൾ മാത്രം അവർക്കുണ്ട്. അവർ പോയതിനു ശേഷം ദുനിയാവ് മറ്റു ചിലരുടേതായി. അവർ വിചാരിച്ചു ഇത്രയും ദുനിയാവ്, അത് വേറെ ആൾക്കാരുടേതായി. നമ്മൾ പോകും, നമ്മുടെ അടുത്ത തലമുറ വരും. വബഖീന ഖൽഖൻ ബഅദഹും, ഇപ്പോൾ നമ്മയാണ് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഫഇൻ നഹ്നു അതബർനാ ബിഹിം നജൗന, കഴിഞ്ഞുപോയവരിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. വഇൻ ഇഗ്തറർനാ കുന്നാ മിസ്ലഹും, നമ്മളും ഇതിൽ വഞ്ചിതരായിപ്പോയി കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ നമ്മളും ആയിത്തീരും. ഫഅൈനൽ വദാഅത്തുൽ ഹസനതു വുജൂഹുഹും, അവരുടെ മുഖങ്ങളിലുണ്ടായിരുന്ന പ്രകാശങ്ങളൊക്കെ പോയി. അൽ മുഅജബൂന ബിശബാബിഹിം, യുവത്വങ്ങൾ, തങ്ങളുടെ യുവത്വത്തിൽ വഞ്ചിതരായ ആളുകൾ അവരൊക്കെ പോയി. സാറു തുറാബൻ വസാറ മാ ഫറതു ഫീഹി ഹസ്റതൻ അലൈഹിം, അവർ മണ്ണായി തീർന്നു. അവർ വരുത്തി വെച്ച കുറവുകളൊക്കെ അവർക്ക് ഓർത്ത് നഷ്ടബോധമായി തീർന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ, മരണം അവരുടെ മുന്നിൽ വന്നെത്തിയാൽ അവർ പറയും, റബ്ബി ഇർജിഊൻ, എൻ്റെ റബ്ബേ എന്നെ ഒന്ന് മടക്കി തരണമേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചു വെച്ച കാര്യങ്ങൾ എന്നെ ഒരിക്കൽ കൂടി ഒന്ന് വിട്ടേച്ച് കളഞ്ഞാൽ ഇനി ഞാൻ സാലിഹായ അമലുകൾ ചെയ്തു കൊള്ളാം. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അല്ലാഹു പറയുന്നു കാര്യമില്ല. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു വാക്കാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ അവർക്ക് ബർസഖിൻ്റെ ജീവിതമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ഐന അല്ലദീന ബനൗൽ മദാഇന വഹസ്സനൂഹ ബിൽ ഹവായിതി വജഅലൂ ഫീഹൽ ആജീബ്, പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച്, കൊട്ടാരങ്ങൾ നിർമ്മിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ആളുകളുണ്ട്. അവരൊക്കെ എവിടെ പോയി? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്ന് രാജാക്കന്മാർ തങ്ങളുടെ നിർമ്മിതികൾ കൊണ്ട് അത്ഭുതം കൊള്ളുന്ന കാലമാണിത്. ഇതിനു മുൻപ് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. ഇന്ന് ആളുകൾ കെട്ടിടങ്ങളാണ് ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് ഖലീഫമാർ പട്ടണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കെട്ടിടമല്ല, പട്ടണം. ഇറാഖിൽ ബഗ്ദാദും കൂഫയും പോലെ പട്ടണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ വലിയ പട്ടണങ്ങൾ ഒന്നടങ്കം രാജാവ് നിർമ്മിച്ചവരവിടെ പോയി. അവർ പോയി. ആരാണ് അവർ ഓർക്കുന്നത്? ഖദ് തറകൂഹാ ലിമൻ ഖൽഫഹും, തങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് അത് വിട്ടേച്ചുകൊണ്ട് അവർ പോയി. ഫതിൽക മസാകിനുഹും ഖാവിയ വഹും ഫീ ളുലുമാതിൽ ഖുബൂർ, അവർ ഉണ്ടാക്കി വെച്ച കൊട്ടാരങ്ങൾ, അതിലെ മുറികൾ ശൂന്യമായി, അവരാകട്ടെ ഖബറുകളിലാണ്. അല്ലാഹു ഖുർആനിൽ ഫിർഔനിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വനഅമത്തിൻ. അല്ലാഹു ഫിർഔനിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ, ഫിർഔനിൻ്റെ കൂട്ടരുടെ കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര പൂന്തോട്ടങ്ങളും എത്രയെത്ര ഉറവുകളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്ര കൃഷിയിടങ്ങൾ, എത്ര വലിയ സ്ഥാനമാനങ്ങൾ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ സുഖിച്ചുകൊണ്ടിരുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങൾ. കദാലിക്, അപ്രകാരമാണ്. ഔറസ്നാഹാ ലിഖൗമിൻ ആഖരീൻ, നാം അത് വേറെ ഒരു ജനതക്ക് അനന്തരമായി കൊടുത്തു. ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദു فما بكت عليهم السماء والأرض وما كانوا منظرين,
ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അതേപോലെ തന്നെ നമ്മളെല്ലാവരും പിരിയാൻ പോകുന്നു, നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ളവരാണ്. ഫമാ ബക്കത് അലൈഹിമു സ്സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, മരണത്തിനു മുൻപ് അവർക്ക് നിശ്ചയിച്ച സമയമൊന്ന് നീട്ടിക്കൊടുക്കാൻ പോലും അള്ളാഹു തയ്യാറായില്ല. എൻ്റെ മരണം വന്ന് നിൻ്റെ സമയമായി നീ മരിക്കും. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ഐന മൻ തഅറിഫൂന മിൻ ആബാഇക്കും വ ഇഖ്വാനിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെവിടെ, നിങ്ങൾക്ക് അറിവുണ്ടായിരുന്ന കുടുംബക്കാരെവിടെ, സഹോദരങ്ങളെവിടെ, നിങ്ങളുടെ കൂട്ടുകാരെവിടെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയില്ലേ, നിങ്ങളൊപ്പം സംസാരിച്ച ആളുകൾ മരിച്ചിട്ടില്ലേ, കളിച്ച് ചിരിച്ച ആളുകൾ മരിച്ചുപോയില്ലേ? അവരെ കാണുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു അവരങ്ങനെ മരിക്കുമായിരുന്നു എന്ന്? ഖദ് ഇൻതഹത് ബിഹിം ആജാലുഹും ഫവറദു അലാ മാ ഖദ്ദമു ഫഹല്ലു അലൈഹി വഅഖാമു ലിശ്ശഖ്വതി ഔ ലിസ്സആദതി ബഅദൽ മൗത്ത്. അവരെല്ലാം സമയമെത്തിയപ്പോൾ, അള്ളാഹു വിളിച്ചപ്പോൾ അവർക്ക് പോയി. ഇനി അവർ ചെയ്തു വെച്ചതിൻ്റെ ഉത്തരങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്ത യുസ്അല അൻ അർബ, 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരാളുടെയും കാല് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. അവൻ്റെ പ്രായം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്, അവൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, അവൻ്റെ സമ്പത്ത് എവിടെയാണ് അവൻ ചെലവഴിച്ചത്, ഇങ്ങനെ അവൻ്റെ ആരോഗ്യം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്, അവൻ്റെ യുവത്വം എന്തിനു വേണ്ടിയായിരുന്നു. നമ്മൾ പലരുടെ യുവത്വം വരെ അവസാനിച്ചു. ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യുവത്വത്തെക്കുറിച്ച് എന്തുത്തരമാണുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്നു. അലാ ഇന്നല്ലാഹ ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു തആല അവനൊരു പങ്കുകാരനില്ല. ലൈസ ബൈനഹു ബൈന അഹദിൻ മിൻ ഖൽഖിഹി സബബുൻ യുഅതീഹി ബിഹി ഖൈറ, അല്ലാഹു ഒരാൾക്ക് നന്മ നൽകണോ, പരലോകത്ത് ഖൈർ നൽകണോ, അതിന് ഒരേ ഒരു കാരണമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. നന്മ കിട്ടണോ അള്ളാഹുവിൻ്റെ അരികിൽ ഒറ്റ വഴിയുള്ളൂ. ഒരാളുടെ മകനായി ജനിച്ചതുകൊണ്ട് കാര്യമില്ല, ഒരാളുടെ കുടുംബമായതുകൊണ്ട് കാര്യമില്ല, അഹ്ലുൽ ബൈത്ത് ആയതുകൊണ്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായതുകൊണ്ട് കാര്യമുണ്ടായോ? അബൂ താലിബിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചോ? ഇല്ല, നരകത്തിലെ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായതുകൊണ്ട് അബൂലഹബ് രക്ഷപ്പെട്ടോ? ഇല്ല. തബ്ബത് യദാ അബീ ലഹബ് വതബ്. അള്ളാഹുവിൻ്റെ അരികിൽ നന്മ ലഭിക്കണോ വെളുത്തവനായതുകൊണ്ടോ, ഇന്ന വർഗത്തിൽ ജനിച്ചതുകൊണ്ടോ, ഇന്ന നാട്ടിൽ ജീവിച്ചതുകൊണ്ടോ, ഇന്ന കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇല്ലാ ബിത്വാഅതിഹി വത്തിബാഇ അംരിഹി, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക. വഅലമു അന്നകും അബീദും മദീനൂൻ, അതുകൊണ്ട് അറിയുക നിങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകാനിരിക്കുന്നു. വഇന്നമാ ഇൻദഹു ലാ യുദ്റകു ഇല്ലാ ബിത്വാഅതിഹി, അള്ളാഹുവിൻ്റെ അരികിലുള്ളത് അവനനുസരിച്ചുകൊണ്ടല്ലാതെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, അമാ ആന ലി അഹദിൻ അൻ തുഹ്സറ അൻഹു നാർ വലാ തുബ്അദ അൻഹുൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടാതിരിക്കാനും ഇനിയും നിനക്ക് സമയമായില്ലേ? അമാ ആനൽ വഖ്ത്, നിനക്ക് സമയമായിട്ടില്ലേ ഇനിയും നന്നാകാൻ, ശരിയാകാൻ? എത്ര വൻദർത്തുക്കും നാറൻ തലദ്വ, കരിച്ചു കളയുന്ന നരകം ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷവും, അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ അനേകം വന്നതിന് ശേഷവും കൂട്ടുകാർ മരിച്ചുപോയി. നമുക്കുള്ള താക്കീതായിരുന്നു അത്. താടിരോമങ്ങൾ നരച്ചു തുടങ്ങി. ഉജാഅക്കുമുൻ നദീർ എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അതിനെക്കുറിച്ചാണ്, നരയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾക്ക് വ്യാഖ്യാനമുണ്ട്. നര വന്നു എന്നത് അള്ളാഹുവിൻ്റെ താക്കീതാണ്. ഉജാഅക്കുമുൻ നദീർ തിരിച്ചു പോകാനായിട്ടുണ്ട്. എത്ര താക്കീതുകൾ, ഓർമ്മപ്പെടുത്തലുകൾ. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങളിൽ ഉപകാരപ്രദമായ നസീഹത്തുകളിലൊന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.